80കളുടെ മധ്യത്തിൽ മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം നെഞ്ചേറ്റിയ ഒരു കഥാപാത്രം ഇന്നും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ നമുക്കൊപ്പം നിൽക്കുന്നുണ്ട്. അന്ന് വരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള ഒരു സ്ത്രീ കഥാപാത്ര സൃഷ്ടിയായിരുന്നു അത്. ഇന്നും നൊമ്പരപ്പെടുത്തുകയും ഒപ്പം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ഗേളി. മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും കുസൃതി കാട്ടിയും സ്നേഹം പൊഴിച്ചും വേദനിപ്പിച്ചും കടന്നുപോയ ഗേളി ജനമനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഗേളിയുടെ കഥ പറഞ്ഞ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ഫാസിൽ ചിത്രത്തെക്കുറിച്ച് തന്നെയാകാം ഇക്കുറി ഒരു വട്ടം കൂടിയിൽ. വീണ്ടും സ്വാഗതം. അടുത്തിടെ കളങ്കാവൽ എന്ന ചലച്ചിത്രത്തിൻ്റെ റിലീസിന് തൊട്ടു മുന്നോടിയായി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ആ ചിത്രത്തിലെ നായകൻ അഥവാ പ്രതിനായകനായ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ ചിത്രങ്ങളും പരീക്ഷണങ്ങളാണ്. ശരിയാണ്, ഓരോ ചിത്രവും ഓരോ പരീക്ഷണമാണ്. ആ ചിന്ത അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള മലയാള ചിത്രങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സവിശേഷമായും ഫാസിൽ എന്ന ചലച്ചിത്രകാരൻ്റെ ചിത്രങ്ങൾ എടുത്താൽ ഓരോന്നും ആ ചിന്ത അദ്ദേഹം അടിവരയിടുന്നവയാണ് എന്ന് കാണാം. 1984 നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചലച്ചിത്രം എഴുതി സംവിധാനം ചെയ്യുമ്പോഴും ഫാസിൽ നടത്തിയത് ഒരു വലിയ പരീക്ഷണമാണ്. മലയാളത്തിന് ലഭിച്ച ലക്ഷണമൊത്ത സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് ഗേളി. ഒരു നല്ല ചിത്രകാരൻ്റെ തൂലികത്തുമ്പിൽ ജനിച്ച ഒരു അസുലഭ പോർട്രേറ്റ് പോലെയായിരുന്നു ഗേളി. സിനിമയുടെ സാധ്യതകളെല്ലാം ചേരുംപടി ചേർത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രം. മലയാള സിനിമയുടെ ഒരു വേറിട്ട പരീക്ഷണമായി ഗേളിയെ നമുക്ക് കാണാനാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രേക്ഷക മനസ്സിൽ ഗേളി സ്വന്തമായൊരു സ്ഥാനം അലങ്കരിക്കുന്നതും. ഒരു പുതുമുഖ നടിയെ തന്നെ ഗേളിയായി അവതരിപ്പിക്കാൻ ഫാസിൽ കാട്ടിയ ഔത്സുക്യം ശ്ലാഘനീയമാണ്. അതിനായി തിരഞ്ഞെടുത്ത പെൺകുട്ടിയാകട്ടെ സംവിധായകൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത്. സിനിമാ പരിചയം ഒന്നും തന്നെ ഇല്ലാത്ത നദിയ മൊയ്തു എന്ന പെൺകുട്ടിയെ ഗേളിയാക്കി അവതരിപ്പിച്ചപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിന് കൈവന്ന ഒരു ഫ്രഷ്നെസ് അതിനു മുമ്പ് പ്രേക്ഷകർ അനുഭവിച്ചിരിക്കാൻ വഴിയില്ല. അത്ര മനോഹരമായാണ് നദിയ ഗേളിയായി പരകായ പ്രവേശം ചെയ്തത്. ഒപ്പം സിനിമയിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞിരുന്ന പഴയകാല താരമായ പത്മിനിയെ ഗേളിയുടെ വല്യമ്മച്ചയായി അവതരിപ്പിച്ചതും ചിത്രത്തിന് എന്തെന്നില്ലാത്ത ചാരുത സമ്മാനിച്ചു. കുഞ്ഞൂഞ്ഞമ്മ തോമസായി പത്മിനിയും ഗേളിയായി നദിയെയും പകർന്നാടിയ ചിത്രമാണ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. പരീക്ഷണ വിജയം ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടി കൊണ്ടും അവരെ അവതരിപ്പിക്കാനുള്ള അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടും ഫാസിൽ ഉറപ്പാക്കി എന്ന് സമ്മതിക്കാതെയും തരമില്ല. നായക കഥാപാത്രമെന്നൊന്നും വിശേഷിപ്പിക്കാനാവാത്ത ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരനായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത്. എന്നാൽ ചിത്രം കാണുന്ന ഏവരും മോഹൻലാൽ എന്ന നടനിലെ അഭിനയ ചാതുരി കയ്യടിയോടെ നെഞ്ചേറ്റുകയായിരുന്നു. 1-2 വർഷങ്ങൾക്കുള്ളിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പരിവേഷമെടുത്തണിഞ്ഞ് മോഹൻലാൽ ആ കയ്യടിയൊക്കെ സാധൂകരിക്കുകയും ചെയ്തു. മോഹൻലാൽ അവതരിപ്പിച്ച ശ്രീകുമാർ എന്ന യുവാവിന് മുന്നിൽ ഒരു കറുത്ത കണ്ണടയും അണിഞ്ഞു നിന്ന് സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഈ കണ്ണട വയ്ക്കുമ്പോൾ കാണാനില്ല എന്ന് നദിയ കുസൃതിയോടെ പറയുന്ന രംഗം ഇന്നും ചിരി ഉണർത്തും. കാലം ഒരുപാട് മാറിയെന്ന് ഓർക്കുക. അന്നത്തെ സാഹചര്യത്തിൽ ചിരിപ്പിച്ച ആ രംഗം കാണുമ്പോൾ ഇന്നും നാം അറിയാതെ ചിരിച്ചു പോകും. ഒപ്പം ഇരുവരുടെയും പ്രകടനവും എത്ര ഗംഭീരമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചലച്ചിത്രം ഇന്നും ജനമനസ്സുകളിൽ കുടികൊള്ളുന്നത് ഈ കഥാപാത്ര വിസ്മയങ്ങൾ കൊണ്ടാണ്. അശോക് കുമാറിൻ്റെ ക്യാമറയും ചിത്രം പറഞ്ഞ കഥയും ബിച്ചു തിരുമല രചിച്ച് ജെറി അമൽദേവ് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ പാട്ടുകളും ജോൺസൺ ഒരുക്കിയ പശ്ചാത്തല സംഗീതവും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുകുമാരി, നെടുമുടി വേണു, KP ഉമ്മർ, മണിയൻപിള്ള രാജു, ബാലതാരങ്ങളായ ഉഷ, സാം, ആസിഫ്, ചെറിയാൻ എന്നിവരും നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയുടെ വിജയഘടകങ്ങളാണ്. സംവിധായകൻ ഫാസിലും നിർണായകമായ ഒരു അതിഥിവേഷത്തിൽ എത്തുകയുണ്ടായി ഈ ചിത്രത്തിൽ. ബിച്ചു തിരുമലയും ജെറി അമൽദേവും കൂടി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ KS ചിത്ര എന്ന ഗായികയെ മലയാളിയുടെ പ്രിയങ്കരിയാക്കി മാറ്റിയ സിനിമ കൂടിയാണ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്.
ഈ ചിത്രം പറഞ്ഞ കഥയിൽ മെലോഡ്രാമയിലേക്ക് മറിയാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ എത്ര സുന്ദരമായാണ് അനാവശ്യ വൈകാരികതയുടെ കണ്ണീർ കഥയായി ഈ ചിത്രത്തെ മാറ്റാതെ ഫാസിൽ പ്രേക്ഷക പക്ഷത്തു നിന്ന് ചേർത്ത് പിടിച്ചത്. ആഘോഷത്തിൻ്റെ ഉച്ചസ്ഥായി കാട്ടിത്തന്ന സിനിമയാണ് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. വൈകാരിക മുഹൂർത്തങ്ങൾ ആവശ്യമായി വന്നിടത്തൊക്കെ അളന്നു മുറിച്ച് ഒട്ടും വെറുപ്പിക്കാതെ കഥ പറഞ്ഞു തന്നു സംവിധായകൻ. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് പറഞ്ഞത് അത് പുറത്തിറങ്ങിയ കാലഘട്ടത്തിൻ്റെ കഥ മാത്രമല്ല, ഇന്നിൻ്റെ കഥയും കൂടിയാണത്. ഇന്ന് വീണ്ടും ഈ ചിത്രം കാണുമ്പോഴും 84-ൽ ഫാസിൽ നമുക്ക് തന്ന സിനിമയ്ക്ക് പുതുമ മാറിയിട്ടില്ല എന്ന് മനസ്സിലാകും. ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടവർക്ക് വീണ്ടും കാണാം. അന്ന് പറഞ്ഞ കഥ ഇന്നും പുതുമയോടെ നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാനാകും. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. നന്ദി.